പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് പറഞ്ഞത് ഒരു അക്രമിയാണ്. അനൂപ് എന്ന് പേരുള്ള താമരശ്ശേരിക്കാരനായ ഒരു അക്രമി. കഴിഞ്ഞ ദിവസം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കടന്നു കയറി ഡോക്ടർ വിപിൻ എന്ന ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ച അക്രമിയാണ് ഇത്. ഇങ്ങനെ ഒരു കൂസലുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത്. എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല, കുറ്റബോധവും തോന്നുന്നില്ല. ഈ അക്രമം, ഈ വെട്ടി പരിക്കേൽപ്പിച്ചത് ഞാൻ ആരോഗ്യ മന്ത്രിക്കും വീണ ജോർജിനും ആരോഗ്യ വകുപ്പിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്? അതൊരു പിതാവാണ്. കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി വന്ന, സ്വന്തം കുഞ്ഞിനു വേണ്ടി ചികിത്സ തേടി വന്ന ഒരു പിതാവിന്റെ വാക്കുകളാണ്. ഈ വാക്കുകളെ നമുക്ക് ഒരു അക്രമിയുടെ പൊയ്വാക്കായിട്ട് തള്ളിക്കളയാനാകുമോ? അക്രമത്തെ നമ്മൾ എതിർക്കുക തന്നെ വേണം. യാതൊരു കാര്യത്തിനും അക്രമം പരിഹാരമല്ല എന്നതാണ് നമ്മുടെ രാജ്യം കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ പോലും മഹാത്മാഗാന്ധി വച്ച ഒരു വലിയ വീക്ഷണമാണത്. അക്രമമല്ല നമ്മുടെ മാർഗം. അക്രമത്തിലൂടെ ഒന്നും നേടാൻ കഴിയില്ല. ആശയപരമായി മാത്രമേ, നിയമപരമായി മാത്രമേ എല്ലാം നേടാവും കഴിയുമെന്നാണ്. എന്തായാലും താമരശ്ശേരി ആശുപത്രിയിൽ ഒരു ഡോക്ടറെ, ഒരു പിതാവ്, അവിടെ ചികിത്സയ്ക്കെത്തിയ അനയ എന്ന 9 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായത് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കൊണ്ടാണെന്ന് ധരിച്ചു പോയ ഒരു പിതാവ്, സ്വന്തം മകളെ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന അനുഭവിക്കുന്ന, അതിന്റെ വിരഹവേദന അനുഭവിക്കുന്ന ഒരു പിതാവിന്റെ പ്രതികരണമാണ് അവിടെ കണ്ട അക്രമം. ആ അക്രമത്തെ നമുക്ക് ഒരു പിതാവിന്റെ പ്രതികരണമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയില്ല. അക്രമത്തെ പരസ്യമായി തന്നെ, അല്ലെങ്കിൽ നമ്മൾ തള്ളിക്കളയുക തന്നെ വേണം. അയാൾക്ക് ഒരു മാതൃകാപരമായ ശിക്ഷ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് നൽകുകയും വേണം. അവിടെ സൂപ്രണ്ട് ഓഫീസിൽ എത്തിയതാണ് അയാൾ. സൂപ്രണ്ടിനെ ആക്രമിക്കാൻ വന്നതാണ്. സൂപ്രണ്ട് മുറിക്കകത്തൊരു ഡോക്ടറെ കണ്ടപ്പോൾ അത് സൂപ്രണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചാണ് എൻ്റെ മകളെ കൊന്നവനല്ലേടാ നീ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് തന്റെ ബാഗിൽ കരുതിയിരുന്ന കൊടുവാൾ എടുത്തുകൊണ്ടുവന്ന് അയാൾ ഈ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഒരുപക്ഷെ തൊട്ടടുത്തുണ്ടായിരുന്ന ആൾക്കാരും ബഹളം കേട്ട് ഓടി വന്ന ആൾക്കാരും പിടിച്ച് ഇദ്ദേഹത്തിനെ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഡോക്ടറുടെ ജീവൻ പോലും നഷ്ടമാടുമായിരുന്നു. അത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും, കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി, ഒരു ഡോക്ടർ വനിത, വിവാഹിത പോലും ആവാത്ത ഒരു കൊച്ചു പെൺകുട്ടി ഡോക്ടർ ചികിത്സയിലിരിക്കും, അല്ലെങ്കിൽ ആശുപത്രിയിലിരിക്കുമ്പോൾ ഈ കൊലപ്പെട്ടത് നമുക്ക് ഇന്നും നമ്മൾ വേദനയോടെ ഓർക്കുന്ന സംഭവമാണ്. അപ്പൊ എന്തായാലും അതിനുശേഷം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളെ സുരക്ഷിത കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും താമരശ്ശേരിയിൽ വീണ്ടും അത് ആവർത്തിക്കുകയാണുണ്ടായത്. അതെന്തായാലും സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പിഴവ് കൊണ്ടുവന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതവിടെ ഇരുന്നോട്ടെ. ഞാൻ ഈ പറയാൻ പോകുന്നത് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നമ്മുടെ സർക്കാർ വകുപ്പിന്റെ ആ സംവിധാനം തകർന്നു എന്ന് ഒരിക്കൽ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിനെ പറയേണ്ടി വന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ആരോഗ്യ സംവിധാനം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നതിന്റെ ഒരു ലക്ഷണമാണ്. എന്തുകൊണ്ടാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയായ അനയ എന്ന പെൺകുട്ടിയുടെ പിതാവിന് ഈ അക്രമം നടത്തേണ്ടി വന്നത് എന്നതാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, അക്രമത്തിനെ പരിപൂർണമായിട്ടും നമ്മൾ തള്ളിക്കളയുന്നതോടൊപ്പം തന്നെ ഒരു പിതാവിന്റെ വികാരം, ഒരു അച്ഛന്റെ വികാരം, ഒരു മകളെ 9 വയസ്സ് വരെ ലാളിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു അച്ഛന്റെ ഒരു നഷ്ടബോധം, എനിക്ക് ആ മകൾ നഷ്ടപ്പെട്ടല്ലോ എന്നത് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഒരു അമീബിക് മസ്തിഷ്ക രോഗം ബാധിച്ചല്ല മരിച്ചത്, ആ രോഗത്തിന്റെ ലക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ പോലും ബാധിച്ചിട്ടല്ല മരിച്ചത്, വളരെ നേരത്തെ താമരശ്ശേരി ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് വളരെ നേരത്തെ റെഫർ ചെയ്തിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ഈ ഒരു ഡോക്ടർ അഭിപ്രായപ്പെടുകയും ചെയ്തപ്പോൾ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമീബിക് മസ്തിഷ്ക രോഗം കൊണ്ടല്ല ഈ കുട്ടി മരിച്ചെന്നുള്ള റിപ്പോർട്ടും കൂടെ വന്നപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു അച്ഛനുണ്ടാകുന്ന വികാരമാണ് സംഭവിച്ചത്. ഇയാൾ എന്തിനാണ് അക്രമം നടത്താൻ വന്നതെന്നാണ് അടുത്ത നമ്മുടെ ചോദ്യം. അത് അദ്ദേഹത്തിന് നമ്മുടെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടെ, നിയമപരമായ മാർഗങ്ങളിൽ കൂടെ പരാതി നൽകിയും മറ്റുമൊക്കെ കേസ് കൊടുത്തോ എന്തെങ്കിലുമൊക്കെ നിയമപരമായ മാർഗത്തിൽ പരിഹരിച്ചൂടെ എന്നത്
ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലേക്ക് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ അയാൾ തയ്യാറാകാത്തത്? അത് മുൻ അനുഭവങ്ങൾ തന്നെയാണ്. കേരളത്തിൽ ഈ താമരശ്ശേരിക്കാരിയായ ഹർഷീന എന്ന പേരുള്ള ഒരു പിന്നെ വീട്ടമ്മയുടെ അനുഭവം നമുക്കറിയാം. താമരശ്ശേരിക്കാരി തന്നെയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പ്രസവ ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം ഒരു കത്രിക വയറ്റിനകത്താവുകയും 4-5 വർഷം 2017 സംഭവിച്ചത് 2024 22 അത് പുറത്തറിയുന്നത്. അവർ അനുഭവിച്ച വേദന, അനുഭവിച്ച ബുദ്ധിമുട്ട് ഇപ്പോഴും അവര് അതിന് പരാതി കൊടുത്തിട്ട് യാതൊരു പരിഹാരമാകാതെ അവർ ആശുപത്രിക്ക് നടയിലും കളക്ടറേറ്റിന് നടയിലും സമരം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് വളരെ വേഗം ഇതിന് പരിഹാരം കാണേണ്ടതാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ വെറും പാഴ്വാക്കായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരം അനുഭവങ്ങൾ ഈ അനൂപ് എന്ന് പറയുന്ന പിതാവിലും ഒരുപക്ഷെ അദ്ദേഹത്തിനെ അക്രമിയാക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം എന്നതാണ് സത്യം. നമ്മൾ അദ്ദേഹത്തിന് വെറും അക്രമി എന്ന് പറഞ്ഞ് പിന്നെ തള്ളിക്കളയുമ്പോൾ അതിനെ ആ അക്രമത്തെ ന്യായീകരിക്കുകയല്ല ഞാനും ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി? നമ്മുടെ സമൂഹം, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് അയാളെ അങ്ങനെ ഒരു അക്രമിയാക്കി മാറ്റിയത്? മുൻ അനുഭവങ്ങൾ, ഈ ഹർഷീനയുടെ അനുഭവം, അതുപോലെ നിരവധി മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അർത്ഥബോധാവസ്ഥയിൽ കിടന്ന ഒരു യുവതിയെ ശാരീരികമായി പീഡിപ്പിച്ച ഒരു സംഭവം, അവിടുത്തെ ജീവനക്കാരൻ പീഡിപ്പിച്ച സംഭവമുണ്ട്. അതിലും ഇതുവരെയും ഒരു നടപടിയും എടുത്തില്ല. വ്യക്തമായ തെളിവുകളും വിവരങ്ങളും കിട്ടിയിട്ട് പോലും അത് പിന്നെ NGO യൂണിയന്റെ ഒരു പ്രവർത്തകനാണെന്ന ന്യായത്താൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ മാറി നിൽക്കുന്നത് കണ്ടു. പിന്നെ യുവതിയും നിരവധി തവണ സമരങ്ങളും പരാതികളും നൽകി കയറി ഇറങ്ങുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിരവധി സംഭവങ്ങൾ. ഇപ്പോൾ ഒരു ശസ്ത്രക്രിയ പിന്നെ ഈ വയറ്റിനകത്ത് കുടുങ്ങിയ, ശരീരത്തിൽ കുടുങ്ങിയ ഒരു സംഭവം നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം അനുഭവങ്ങൾ ധാരാളം നിൽക്കുമ്പോൾ ഇനി ഞാനും ഈ പരാതിയും പരിവട്ടങ്ങളുമായിട്ട് സർക്കാർ ആശുപത്രികളിലും ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും കോടതികളിലും ഇറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ, യാതൊരു പ്രയോജനം ഉണ്ടാവില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സമാധാനം, ഞാൻ അത്രയെങ്കിലും ചെയ്തല്ലോ എന്ന ഒരു പിന്നെ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം താൽക്കാലികമായിട്ടാണ് ഇത്തരം ഒരു അക്രമം നടത്തിയത്. പക്ഷേ ആ അക്രമത്തെ നമ്മൾ വിമർശിക്കുന്നതോടൊപ്പം അക്രമി ആവാൻ അയാൾ ഇടയായ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്.